എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കൊച്ചിയിൽ ഫേമസ് ആയിട്ടുള്ള ലെ മെറിഡിയൻ ഹോട്ടലിൽ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ കയറിയ പാടെ ആദ്യം നോട്ടീസ് ചെയ്തത് എന്താണെന്നറിയോ, എന്തൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണെന്നറിയോ. ഇവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൈലൻസാണ്, ഒട്ടും ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ആയിക്കോട്ടെ എന്ത് മനോഹരമായിട്ടാണെന്നറിയോ അവർ കൈകാര്യം ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ഞാനത് നടന്ന് കാണുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളൊന്ന് 3 പേരും മാച്ചായിട്ടാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ 3 പേരും ഒന്ന് വൈറ്റാണ് ഇട്ടേക്കണത്. അകത്ത് കയറിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇത്ര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, വാട്ടർമെലൺ ഉണ്ടായിരുന്നു, റോസ് മിൽക്ക് ഉണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട് മോക്ടെയിൽ ഉണ്ടായിരുന്നു. ഞാനെടുത്തത് പാഷൻ ഫ്രൂട്ട് മോക്ടെയിലായിരുന്നു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചൂടത്തുനിന്ന് വന്നുകൊണ്ടായിരുന്നതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. റബീലു സെലക്ട് ചെയ്തത് റോസ് മിൽക്കാണ്. ഒബ്വിയസ്ലി പിങ്ക് കളർ കണ്ടു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് അതിൽ വീഴും. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് കുടിക്കുമ്പോൾ പൂവായി പോവോ എന്നുള്ളതായിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു അവളുടെ ടെൻഷൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ മേളിൽ പോയി. അവിടെയാണ് നിക്കാഹ് സെറിമണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റബീലുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുവേണ്ടി ഞങ്ങൾ ദേ നേരെ ഹാളിൻ്റെ അകത്തേക്ക് കയറി. എന്ത് മനോഹരമായിട്ടാണെന്നറിയോ അവർ എൻട്രിയും കാര്യങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കണത്. ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടി ഒരുക്കി ഫ്ലോറൽ കനോപ്പി കാണാൻ തന്നെ എന്ത് മനോഹരമായിട്ടാണെന്ന് അറിയോ. ഇതിൽ കൊടുത്തേക്കുന്ന ഓരോ സ്മോൾ ഡീറ്റെയിലിങ്ങും തന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് മൊത്തത്തിൽ മാറ്റും. ലെ മെറിഡിയനിലെ ഡെക്കറേഷൻ വളരെ ക്ലാസ്സിയും എലഗൻറ്റും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഓരോ കല്യാണവും കുറച്ച് രാജകീയമായിട്ടാണ് എനിക്ക് ഓരോ ബ്രൈഡ്സിനെയും എനിക്ക് തോന്നിയത്. 12 മണിക്കാണ് നിക്കാഹ്. ഞങ്ങൾ അതിന് കുറച്ച് നേരത്തെ മുമ്പ് എത്തി. എല്ലാവരും വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് സ്വന്തം വർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നതും അവരുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. നിക്കാഹ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കാത്തിരുന്ന പോലെ ബ്രൈഡിൻ്റെ ഗ്രാൻഡ് എൻട്രി ആയിരുന്നു. ഫ്ലോറൽ എൻട്രൻസിലൂടെ ബ്രൈഡ് പതുക്കെ സ്റ്റേജിലേക്ക് വരണ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബ്രൈഡിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻ ലുക്കാണ് കൊടുത്തത്. എനിക്ക് തോന്നിയത് ശരിക്കും ഓരോ ശ്രദ്ധ ബ്രൈഡിന് പിടിച്ചു പറ്റാൻ പറ്റി. കാരണം അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും തോന്നിയത് ഈ സ്മോക്കും എല്ലാം കൂടി വന്നപ്പോൾ ശരിക്കും ഒരു ഫെയറി ടെയിലിലെ ഒരു വെഡ്ഡിങ് സീനാണ് ഓർമ്മ വന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ബ്രൈഡിനെയും കസിൻസും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി കൂട്ടിയിട്ട് ബ്രൈഡിനെ ഇതേ സ്റ്റേജിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ നിക്കാഹൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളും പോയി. കൗണ്ടറിൽ മെയിനായിട്ട് 2 സൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സ്വീറ്റ് കോൺ വെജ് സൂപ്പും ഒരെണ്ണം ചിക്കൻ സൂപ്പാണ്. ഞാനതിൽ ട്രൈ ചെയ്തത് ടോം യങ്കായി ചിക്കൻ സൂപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സൂപ്പ്. കാരണം അതൊരു കുറച്ച് സ്പൈസിയും കുറച്ച് ടാങ്കി ഫ്ലേവറും ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പാണ്. മെയിൻലി അതൊരു തായ്ലൻഡ് ഡിഷാണ്.
എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ കോഴ്സായിട്ട് എടുത്തത് പുലാവും പനീർ മസാലയും പിന്നെ ചിക്കൻ 65 ആണ് എടുത്തത്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഞാൻ നന്നായിട്ട് കഴിച്ചു. റബീലും കഴിച്ചു. ഡെസേർട്ട് കൗണ്ടറിൽ ഞാൻ ട്രൈ ചെയ്തത് ബിറ്റർ ബ്ലാങ്ക് ബ്രെഡ് പുഡിംഗ് ആണ്. ഇതൊരു സാധാരണ ബ്രെഡ് പുഡിംഗ് അല്ല, കാരണം ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബ്രെഡ് അല്ല, അതിന് പകരം ബ്രിയോഷ് ബ്രെഡാണ്. അത് കസ്റ്റാർഡിൽ മുക്കി ബേക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റ് ക്രീമി ആയിട്ടൊരു ബ്രെഡിൻ്റെ ടെക്സ്ചറായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്യാവശ്യം. അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഗാർഡനൊക്കെ കണ്ടപ്പോൾ ചുമ്മാ അതിൽ കൂടെ കുറച്ച് നേരം നടന്ന്, ഇതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കുറേ ചെടികളും ചെറിയൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അതൊക്കെ മൈൻഡിന് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഇന്ന്. അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബൈ.